ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗാണ് മൂന്നാർ ഞങ്ങൾ ട്രിപ്പ് പോയ ഒരു വ്ളോഗ്. അപ്പോൾ ഇപ്പോൾ ഈ വ്ളോഗിൽ എൻ്റെ ഒപ്പം നമ്മുടെ കസിൻ ദിലു, യാസീന് അവരെല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ട്. 3 വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ മൂന്നാർ ചെന്നിട്ട് പിന്നെ മാട്ടുപ്പെട്ടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോയത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പോണ വഴിക്കുള്ള കുറച്ച് ഇതൊക്കെയാണ് വിഷ്വൽസാണ്. അപ്പോൾ അവിടെ ഇനി ചെന്നിട്ടൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചുമ്മാ എടുക്കണതാണ് കേട്ടോ. ഒരു രസമല്ലേ, വേറെ പണിയൊന്നുമില്ല. പക്ഷേ മാട്ടുപ്പെട്ടിയിൽ നല്ല തണുപ്പാണ് കേട്ടോ. അവിടെ ഞങ്ങൾ എക്കോ പോയിൻറ്റിലും പിന്നെ മാട്ടുപ്പെട്ടി എന്ന് പറഞ്ഞൊരു ഡാമിലുമാണ് കേട്ടോ പോയത്. അവിടെ വെച്ചാണ് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ഇതൊക്കെ അവിടെ അങ്ങോട്ട് പോണ വഴിക്കുള്ളതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ടില്ല, അതിന് മുമ്പും കുറച്ച് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു വാട്ടർഫോളാണ്, ഇതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങളിത് തിരിച്ചു വന്നപ്പോഴാണ് ഇറങ്ങിയത്. ഇതിന് ശേഷം ഞങ്ങൾ വേറൊരു വാട്ടർഫോളിൽ കണ്ടു, അവിടെ ഇറങ്ങി. അതാണ് ഈ വാട്ടർഫോള്. അവിടെ കുറേ കുരങ്ങൊക്കെ ഉണ്ടായിരുന്നു. യാസീനാണെങ്കിൽ മൊത്തം കുരങ്ങൻ്റെ ഫോട്ടോസൊക്കെ ആയിരുന്നു എടുത്തത്. അവിടെ കുരങ്ങൊക്കെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതൊന്നും ഇപ്പോൾ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുതിരപ്പുറത്തൊക്കെ കയറി, പക്ഷെ അതൊന്നും ഇടാൻ പറ്റിയില്ല. കാരണം അത് വാട്സപ്പിലൂടെയാണ് വേറെ ഫോണിലെടുത്തത്. അപ്പോൾ അത് സെൻഡ് ചെയ്തിട്ട് ഈ എഡിറ്റ് ചെയ്യണതിൽ വന്നില്ല, എന്നാന്നറിയാൻ പാടില്ല. ദിലു അവിടെ ഇരിക്കണൊക്കെയാണ്. ഞങ്ങൾ പോണ വഴിക്ക് ദിലു ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് സുഖിച്ചിരിക്കുവാണ്. അതാണ് കേട്ടോ. എന്നിട്ട് ദിലു പിന്നെ ഇതിന് ഞങ്ങളുടെ ഫോട്ടോസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോട്ടോസൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഞങ്ങളിതേ പോണ വഴികളിൽ ഉള്ള ഇത് കുറേ ഉണ്ട് കേട്ടോ. കുറേ കാണിക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ പോയ വഴികളിലൂടെ ഉള്ളതൊക്കെയാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പോയതാണെങ്കിൽ ഒരു ടീ പ്ലാന്റ് ഉള്ള സ്ഥലത്താണ്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് കാണാം. ഇതൊക്കെയാണ് കേട്ടോ ടീ പ്ലാന്റ്സ്. അവിടുത്തെ ടീ പ്ലാന്റ്സൊക്കെയാണിത്. കുറേ ടീ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. മൂന്നാറല്ലേ, അപ്പോൾ കുറേ ഉണ്ടാവും. അവിടെ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. കുറേ ചെടികളൊക്കെ എൻ്റെ ഉമ്മച്ചിയൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. വേറെ പണിയൊന്നും ഇല്ല. എന്നിട്ട് ഇതൊക്കെ അവിടെ കൊണ്ട് നടുവെന്നൊന്നും അറിയില്ല. കുറേ ചെടികളൊക്കെ ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടീ പ്ലാന്റ്. അല്ല, ടീ പ്ലാന്റ് ഇല്ല കേട്ടോ. ഇത് അവിടുത്തെ ഒരു മലയൊക്കെയാണ്. ഇവിടെയാണ് ടീ പ്ലാന്റ്. ഞങ്ങൾ ഈ 100 രൂപ കൊടുത്ത കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഫോട്ടോ എടുത്ത് തരില്ലേ, അങ്ങനെ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുത്തു കേട്ടോ. അത് ഞാൻ ഇപ്പോൾ ഇടയില്ല കേട്ടോ. അവിടെ കുറേ ഇങ്ങനെ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇത് കുറേ മലകളൊക്കെയാണ് കേട്ടോ, മല. എന്നിട്ട് ഞങ്ങൾ പോയത് ഇങ്ങനെ ടീ പ്ലാന്റിൽ തന്നെയാണ് കേട്ടോ. ആ പോണ വഴിയാണിത്. കുറേ മലകളാണ്. നല്ല രസമുള്ള ചെടികളൊക്കെ ഉണ്ട്. ഇങ്ങനെ കൂടുതലും എനിക്ക് തോന്നുന്നു മഞ്ഞയും വയലറ്റും കളർ ചെടികളായിരുന്നു. ഇതൊക്കെയാണ് ടീ പ്ലാന്റ്. കണ്ടോ, മഞ്ഞ കളർ ചെടിയൊക്കെ. ഞങ്ങൾ പോണ വഴിക്കുള്ള ഒരു വലിയ മലയായിരുന്നു. ഇത് ഞാൻ തിരിച്ചു വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു വ്യൂ പോയിൻ്റാണ്. മൂന്നാറിലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. ഇവിടെ ഇങ്ങനെ കുറേ പാറകളും പിന്നെ കുറേ മലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാട്ടോ ഇടുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്. എത്തി. ഇതാണ് നമ്മുടെ മറ്റേ ടീ പ്ലാന്റ്. അവിടെ ചെന്ന് ഞാൻ ദിലുക്ക് കുറച്ച് ഇതൊക്കെ എടുത്ത് കൊടുക്കണതാണ്. ദിലു ഇങ്ങനെ നടന്നു പോണതൊക്കെ. ഇതിന് ശേഷം ഞാൻ വരും. കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇനി കുറച്ച് ഫോട്ടോസാണ്, അതിന് ശേഷം ഞാൻ വീഡിയോ ഇടാം കേട്ടോ. കണ്ടോ, ഇത് ഞാൻ ഇങ്ങനെ നടന്നു തന്നു. ഇത് കുറച്ച് എൻ്റെ ഫോട്ടോഗ്രാഫി അതൊക്കെയാണ്. പിന്നെ ഇത് വേറൊരു ഫോട്ടോ. ഇത് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇതിൽ ദിലു ഫോട്ടോ എടുക്കണേക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വോയിസ് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കണതാണ്. എല്ലാവരും മലയുടെ മുകളിൽ കയറി ഫോട്ടോസ് എടുക്കണതാണ് കേട്ടോ. ഫോട്ടോ എടുക്കൽ മാത്രമാണ് എല്ലാവർക്കും പണിയുള്ളൂ. എനിക്കും. അടുത്തത് എൻ്റെ ഒരു ഫോട്ടോയാണ്.
അല്ല ഫോട്ടോയല്ല വീഡിയോ ഞാൻ ചുമ്മാ എടുക്കണതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മാമ പറയുക വ്ളോഗിലിടും മാറി നിന്നോളാൻ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ എന്തൊക്കെയോ കണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ചുമ്മാ എടുക്കുന്നതാണ് കേട്ടോ. അവിടെ നല്ല രസമായിരുന്നു, നല്ല തണുപ്പല്ലേ. മൂന്നാറിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ വന്നപ്പോൾ തണുപ്പായിരുന്നു. മാട്ടുപ്പെട്ടിയിൽ അതിനും നല്ല തണുപ്പാണ്. ഇതിലും മേളിൽ കയറി ഫോട്ടോ എടുക്കണു. അവിടുത്തെ ഫുൾ വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പുറത്ത് ഇവിടെ വെയിൽ കെട്ടിയേക്കണ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അത് ഇപ്പുറത്താണ് ഞങ്ങൾ കുറച്ച് ദൂരം വന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുവാണ്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു വീട്ടിലേക്കല്ല ഇനിയും കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വെയിൽ പോലെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. കുറേ ഫോട്ടോസ് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പോയത് ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ പണ്ട് ജോലി ചെയ്തൊരു സ്ഥലത്താണ്. അവിടുത്തെ ഞാൻ കുറച്ചെണ്ണം എടുത്തു. അവൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അത് കാരണം ഇതാണ് അവിടുത്തെ കുറച്ച് ഫോട്ടോസ്. ഈ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. കുറേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതിനുശേഷം ഞാൻ ചുമ്മാ ദിലുവായിട്ട് ഇങ്ങനെ പറയണതാണ് ഞങ്ങൾ അടുത്ത സ്ഥലം ഏതാ പോണത് അതൊക്കെ ഞാൻ പറയണതാണ് കേട്ടോ. കുറച്ച് നേരം ഞാൻ സൈഡിൽ ഇരുന്നു, ദിലു സൈഡിൽ ഇരുന്നു. എല്ലാവർക്കും സൈഡിൽ ഇരിക്കാനാണ് കേട്ടോ ഇഷ്ടം. അതിനുശേഷം ഞങ്ങൾ പോയത് മറ്റേ മാട്ടുപ്പെട്ടി എന്നുള്ള സ്ഥലത്തേക്കാണ് പോവാൻ പോയത്. പക്ഷെ അതിന് ഇടയ്ക്കൊരു നല്ല സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അത് കാണുക. അപ്പൊ നമ്മൾ ഡാം എത്തിയിട്ടില്ല. കുറച്ച് സൗണ്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഡാം എത്തിയിട്ടില്ല. ഡാമിന് തൊട്ട് മുമ്പ് ഇവിടെ തേയിലത്തോട്ടം നല്ല ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ചെടികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ട് ഫോട്ടോസ് എടുക്കാനാണേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡാമിലേക്ക് പോയിട്ട് ഇവിടുത്തെ ഒരു പ്രകൃതി കാണിച്ച നല്ല രസമുള്ള അവിടെ കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഞങ്ങള് വന്ന വഴി അടിപൊളിയാട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ ഈ സ്ഥലത്ത് വെച്ചായിരുന്നു മറ്റേ കുതിരപ്പുറത്ത് കയറിയത്. പക്ഷേ അതിൻ്റെ ഫുട്ടേജ് ഞാൻ പറഞ്ഞില്ലേ മിസ്സായിപ്പോയി. അപ്പോൾ അത് ഇടാൻ പറ്റൂല, അതാണ് പ്രശ്നം. അപ്പോൾ ഇത് നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഇതിന് ശേഷമാണ് ഞങ്ങൾ മറ്റേ ഒരു എന്തായിരുന്നു മാട്ടുപ്പെട്ടിയിൽ പോയത്. ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഞങ്ങൾ. ആ മലയുണ്ട് അവിടെ, മൊത്തം ടീ പ്ലാന്റേഷനാണ് കേട്ടോ. ഇതൊരു ഫോട്ടോ ചുമ്മാ എടുക്കണ ഫോട്ടോസാണ്. ഞങ്ങൾ മാട്ടുപ്പെട്ടിയൊക്കെ കയറിയിട്ട് ഇപ്പൊ മാട്ടുപ്പെട്ടി എത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഒത്തിരി ബോട്ടിങ്ങും പാർക്കും ഒത്തിരി ഡാമൊക്കെ അടിപൊളിയാണ്. നല്ല രസമാണ് കാണാൻ. ഞങ്ങളുടെ കുതിരപ്പുറത്ത് ഞങ്ങൾ കയറിയത് അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് വേഗം ചെയ്യാം. നമ്മൾ പാർക്കിങ്ങിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മാട്ടുപ്പെട്ടി. ഞങ്ങൾ അതിന് ശേഷം ഞങ്ങളുടെ ഒരു മാമ കുറച്ച് നാളായി ഇവിടെ മൂന്നാറിൽ ജോലി ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ മൂന്നാറിൽ ജോലി ചെയ്യുവാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറേ മിഠായിയൊക്കെ തന്നു കേട്ടോ. യാസീൻ അതൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു പാക്കറ്റല്ലല്ലോ, ഒരു കെട്ടുപോലെ മാമ തന്നു വിട്ടു. അപ്പോൾ ആ മാമയുടെ ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ ഇനി പോവായിരുന്നു. അതിന് ശേഷം ഞാൻ മാട്ടുപ്പെട്ടി ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ദിലു ഇരുന്ന് ലേസ് തിന്നണയാണ് കേട്ടോ. അവിടുത്തെ ചെറിയ ലേസാണ് കേട്ടോ, മൊത്തം എയറാണ്, പക്ഷെ നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ മാമാടെ ഫോട്ടോ എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ. മാമാടെ എന്നിട്ടൊരു ഫോട്ടോയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല മാമയും കുറേ മിഠായിക്ക് ഞങ്ങൾക്ക് തന്നു. ഇത് പിന്നെ ഞങ്ങൾ മാട്ടുപ്പെട്ടിയിലെത്തിയിട്ട് ചോറ് തിന്നാൻ നേരത്ത് ഞാൻ എടുത്താണ്. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ കയറിയില്ല കേട്ടോ. ഒരാൾക്ക് തന്നെ നല്ല ചാർജാണ്. അപ്പോൾ അവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം അതിലിരുന്ന് ആടണം.
അഭ്യാസം കാണിക്കാൻ മാത്രമായിട്ട് അറിയുള്ളൂ. അപ്പൊ നമ്മൾ അരി സാധനങ്ങളൊക്കെ എല്ലാം എപ്പിടി ഇറക്കി വരുന്നത് തലയും കുത്തി മറിയുമ്പോ നല്ല ചെലവല്ലേ. പിന്നെ നമ്മുടെ സ്വന്തം സ്ഥലം വാടക ആർക്കും കൊടുക്കണ്ട. നമ്മുടെ സ്വന്തം വീടും കടയും അടുത്ത എപ്പോഴും ആൾക്കാര് ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് കാണാം. അപ്പോൾ അതിന് ശേഷം ദിലു ഇരുന്ന് ആടിയിട്ട് ഓരോന്നിങ്ങനെ പറയണ കേട്ടോ. പക്ഷെ അതൊന്നും കേൾക്കില്ല, നല്ല ഒച്ചയാണ്. പോരാത്തിന് ഈ ഫോണിനാണ് ഇച്ചിരി സൗണ്ട് കുറവുണ്ട് കേട്ടോ, അത് കാരണം കേൾക്കത്തില്ല. ഇത് ഞാൻ ദിലുവിനോട് പറയുമായിരുന്നു, ദിലു നീ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇതൊന്നും കേൾക്കില്ല. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ. അതൊരു വീടാണ്, നിങ്ങളുടെ മാമാൻ്റെ അറിയിലുള്ളൊരു വീടാണ്. അപ്പോൾ അവിടെ ഇരുന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ, സീനറിയൊക്കെ കണ്ട് കഴിക്കാൻ. അത് മാട്ടുപെട്ടിയുടെ അത്ര അടുത്ത് നിന്ന് ദിലു കഴിച്ചിട്ട് കഴിയുവാൻ പോണെയാണ്. ഞങ്ങൾ ചോറ്, മീൻകറി, മോര്. അപ്പോൾ നല്ല വിശപ്പായിരുന്നു, അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് തന്നെ എൻ്റെ മാമിയാണേ. മാമി ഇങ്ങനെ എങ്ങനെയുണ്ട് അഡ്വഞ്ചർ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു മാമി. അപ്പോൾ അവിടെ സൈഡിൽ നല്ല തണുത്ത വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ കഴുകാനും. ഇവിടെ ഒരു ചേട്ടൻ നിൽക്കല്ലേ, ആ ചേട്ടൻ്റെ വീടാണ് കേട്ടോ ഇത്. പിന്നെ യാസീൻ്റെ ഒരു പിക്ക് ഞാൻ എടുത്താണ് കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് നമ്മളിനി പോകുന്നത് എക്കോ പോയിന്റിലോട്ടാണ്. അപ്പൊ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് നിങ്ങൾ കണ്ടു കാണും. നമുക്ക് എക്കോ പോയിന്റിൽ ചെന്ന് കാണാം. തോട്ടിൽ പോണില്ല കേട്ടോ, ഞങ്ങളെ പറ്റിച്ച്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ അതിന് ശേഷം ഇതാണ് മാട്ടുപ്പെട്ടി. ഞങ്ങളവിടെ എത്തി. മാട്ടുപ്പെട്ടിയും പോയിട്ട് എക്കോ പോയിൻ്റാണ് കേട്ടോ, സോറി, എക്കോ പോയിൻ്റാണിത്. ഇവിടെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അത് അപ്പുറത്ത് നിന്ന് കേൾക്കും. അതാണ് കേട്ടോ, നല്ല തണുപ്പാണ്. അപ്പോൾ ദിലു പറയുന്നതാണ് നല്ല തണുപ്പാണെന്നൊക്കെ. പിന്നെ ഞങ്ങൾ കൂവണയൊക്കെ കാണിച്ചു തരായിരുന്നു. ഇവിടെ കുറെ ബോട്ടുണ്ട്, ചിലപ്പോ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു മൂന്നാറാട്ടോ വന്നേക്കുന്നത്. റെഡി 1 2 3 സ്റ്റാർട്ട്. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ പിന്നെ ഒരു ഇങ്ങനെ മരമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെയാണ് ഞങ്ങൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കുറച്ച് നല്ല രസമല്ലേ, യൂറോപ്പിൽ പോയ പോലെ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തന്നെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. 2 മണിയായിട്ട് എന്തായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. 2 ചുമ്മാ ഞങ്ങൾ കട്ടൻ ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. ഇത് പിന്നെ ആ വെള്ളച്ചാട്ടമാണ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു തിരിച്ചു വരുമ്പോൾ കയറുമെന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഇനി ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ടാവും. ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാതിരിക്കുമ്പോൾ ബൈ.